രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു വിശ്വരൂപം പ്രണൗമി തുഞ്ചത്തൊഴുമാര്യപാദം. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ശ്രീ ഗണപതി നമസ്തു. യുദ്ധകാണ്ഡത്തിൽ നിന്നും മുഖ്യഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. രാവണാദികളുടെ ആലോചന. അക്കഥാ നിൽക്കാതെ ശരതപുത്രരുമർക്കാത്മജാതികളായ കവികളും വാരാന്നിധിക്കൂ വടക്കേ കരവന്നു വാരിധി പോലെ വരുന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്വയം. ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടും മന്ത്രനികേതനം പുക്കിരുന്നേടിനൻ. ആതിഥേയ സുരേന്ദ്രാദികൾക്കു മരുതാതോരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിലു കോട് വന്ന കമ്പുക്കോരു വാനരഞ്ജാനിക്ക് തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുഭവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമക്ഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേ. സ്വസ്ഥനായി പോയതോത്തോളം നമുക്കുള്ളിലെത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ധിതൻ ഉത്തരതീരേ മരുവിനോ. കർത്തവ്യമെന്നു നമ്മാൽ ഇനി എന്നതും ചിത്തേ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രിവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം. ഉത്തമം മധ്യമം പിന്നെ ധർമ്മവും യുദ്ധം ത്രിവിധമായുള്ള വിചാരവും. സാധ്യാമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള 3 പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസ്സേ വാട്ടാമുടിഞ്ഞു തോന്നിയിടുന്നതും മുത. തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിപ്പതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ. ഓരോ തരം പറഞ്ഞു ഊനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലത് തിന്നൈകമത്യമായവനുമുള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു. മധ്യമമായുള്ള മന്ത്രമതിർന്നിയെ ചിത്താഭിമാനേന താൻ തൻ പറഞ്ഞതു. സാധിപ്പതിന് ദുസ്തർക്കം പറഞ്ഞതു ബോധിച്ചു മറ്റേവനും പറഞ്ഞീർഷയാം. കാലുഷ്യ ചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം. നിന്നയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളൊന്നധമമതത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളവിംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിന. നന്നു നന്നെത്രയും ഓർത്തോളമുള്ളിൽ ഇന്നൊരു കാര്യവിചാരമുണ്ടായതും. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ എന്നൊരാകുലമെന്തു ഭവിച്ചതൂ മാനസേ. മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയോ അത്ഭുതം. വൃത്രാരിയെ പുരാ യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ ഭക്തനെ സത്വരം. വിശ്രുതായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിനാഥനതോർക്ക നീ. വിത്തേശനെ പുരാ യുദ്ധമധ്യേ ഭവാൻ ചിത്വാദിതശ്രമം പോരും ദശാന്തരെ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയും ഓർത്തു കണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവൂ. ഹുങ്കാരമാത്രേണ തന്നെ വരുണന് സങ്കരത്തിങ്കൽ ജയിച്ചയിലയോ ഭവൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലാരും മറ്റുള്ളത് ചൊല്ലു നീ.
പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയില്ലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ട് എന്തു ചൊല്ലേണമോ. കൈലാസശൈലമിളക്കി എടുത്തുടൻ ആലോലം അമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ. മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതെ. ത്രൈലോക്യവാസികളെല്ലാം ഭവൽഫലം ആലോക്യ ഭീതികലർന്നു മരുകുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർത്തിൽ നാണമം. നാമെന്നുപേക്ഷിക്ക കാരണാലേതുമൊരാമയമെന്നിയെ ഉൾക്കൊണ്ടതൂമവൻ. ഞങ്ങളാരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. യുദ്ധം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനർ. മാനമോടിന്നിനി ഞങ്ങളിലേകനി മനസ്സേ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും പാരമിളപ്പം നമുക്കത് മുൾത്താരിലോ തരുളേണം ജഗൽപ്രഭു. നക്തഞ്ചരവരരിദ്ധം പറഞ്ഞടവുത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനൻ. ഗാഠഗാഠം ഗുണർന്നുടമോദം നിജപീഠമതിന്മേലിരുത്തി ദശാസ്യനും. വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം. ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കെട്ടുന്നത് നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൽപ്രാണഹാനിക്ക് തന്നെ ധരിക്കുന്നേ. രാമൻ ഭവാൻ ക്ഷണം മുട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനേക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമന് നിത്യമായി. രാമൻ മനുഷ്യനിൽ ഏകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവൻ. മോഹേന നാദഭേദം കേട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശരഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിയിൽ അറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലൂ മതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ. മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാക്കുമേ. ശാസനയാലൂ മടങ്ങുകയില്ലതു. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം. നീ ഇതു നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഞാനതിനിന്ദിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ എടുക്കുവൻ. ജാനകി തന്നെ അനുഭവിച്ചിടുന്നീ മനസ്സേ ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നുപം മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടും ആപത്തു നിർണയമോർത്തുകാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവിന്ദ്രചിത്വം പറഞ്ഞിടിനാനാദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ ആ ചൊവ്വരുവൻ അനുജ്ഞയ ചെയ്കലെന്നാശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജഗജൻ തന്നെ വണങ്ങിനൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോട് പഥ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീരാദശാനന കേൾക്കണമെന്നുടെ വാക്കുകളിന്നു നീ. നല്ലത് ചൊല്ലണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള പൊതുജനം. കല്യാണമെന്തോ കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതൊക്കെ നീ രാമനോട് ത്രിലോകത്തിങ്ക നക്തഞ്ചരാധിപ.
മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനം സുപ്തഘ്ന യജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ചമ്പുമാലിപ്തജങ്കനും കുംഭൻ നികുംഭന കമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാവാസുനും കുംഭഹനും ത്രിശിരസ്സധികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാദികൾ വജ്രദംഷ്ട്രാദിവീരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷതൂമ്ലാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനുമാമല്ല അവനോടിട്ടു നേരെ പരുതു ചെയ്യിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മനസ്സ് ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിവാനും മാമല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വന്യയുമല്ല വൻവൈവസ്വതനും നിരുതിയുമല്ലകൾ പാശിയുമല്ല ജഗത്പ്രാണനല്ല വിത്തേശനുമല്ല വനീശാനനുമല്ല വേധാവുമല്ല ഭുജങ്കാദ്യവനുമല്ല ആദിത്യരുദ്രവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയകാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ ഭംഗിയായി മന്നിടം പാലിച്ചു കൊള്ളുവൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനൻ കൊന്നാൻ 21 തുടരാമനായി മന്നവന്മാരെ യസുരാംശമാകയാൽ അന്നന്ന് അസുരരെയൊക്കെ ഒടുക്കുവാൻ മന്നിലവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നതോ നിന്നെ ഒടുക്കുവാനെന്നറിഞ്ഞിടു നീ സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകില തിന്നു ചൊല്ലിയിടുവൻ സേവിപ്പവർക്ക് ഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സലൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുകാമടിയാതെ മൈഥിലി ദേവിയെ കൊണ്ടേ കൊടുത്തു തൽപദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാശു രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം ബുക്ക നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്താനുരമ്പിനാൽ കൗശികൻ തന്നുടയാക രക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനൻ തൃക്കാലടി വെച്ചുകെല്ലാം അഹല്യയ്ക്ക് ദുഷ്കൃതമെല്ലാം മുടുക്കിയതോർക്ക നീ ത്രയ്യംബകം വില്ലു ഖണ്ഡിച്ചു സീതയാം മയ്യൽ മെഴിയാളയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്നഘരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവൻ ചാടിക്കടന്നിവിടേക്ക് വന്നോജനത്രയെ കണ്ടു പറഞ്ഞുടൻ വന്നിക്ക് ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേതവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ തന്നെങ്കി തന്നെ കൊടുക്കാമടിയാതെ നഷ്ടാമതികളായിടുമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്കനി കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നൊടുൾപൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപാട് നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടുമരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നെ ദുർണയം കൊണ്ടുവരുന്നതിന് എന്നു നാം ആളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവ രാമാശരമേറ്റു മൃത്യു വരുന്നേരമാമയമുള്ളിൽ എനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നിതു ഞാനിനി താരാ മകളെ കൊടുക്ക വൈകിയിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടനർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസെ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം ഒമ്പനോടേറ്റാൽ വരും ഫലമേവനും
ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്ന ശങ്കരനാദികൾ എന്നതോ നോക്ക നീ. രാക്ഷസരാജ ജയിക്ക നീ. സാക്ഷാൽ മഹേശ്വരനോടു വിണങ്ങുല. കൊണ്ടനേവർണ്ണനു ജാനകി ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയേ നൽകുക ദേവിയെ, വംശം മുടിച്ചു കളയായിക വേണമേ. യുദ്ധം വിഭീഷണൻ പിന്നെയും പത്യമായുള്ളത് ചൊന്നത് കേട്ടോരും. നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിയിടിനൻ. ശത്രുക്കളാകുന്നതും മിത്രഭാവത്തോടരികെ മരുവിന. ശത്രുക്കളാകുന്നദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം. ഇത്തരാമെന്നോട് ചൊല്ലുകീല സുനീവധ്യനാമെന്നാൽ അതിനില്ല സംശയം. രാത്രിഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശകതനായ പുരുഷന് സിദ്ധൌഷധങ്ങളുമേൽക്കയില്ലേതുമേ. ഓരോമിവനോടിനി ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംബോജം എന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തുൽക്കാൽക്കൽ വീണന്തികേ സന്തതം നിന്നു സേവിച്ചു കൊള്ളുവൻ ജന്മമുള്ള നാൾ. സത്വരം നാലമാത്യന്മാരുമായവൻ യുദ്ധം നിരൂപിച്ചുറച്ചോ പുറപ്പെട്ടോ. ദാരദനാലയമിത്രഭൃത്യൗഘവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം. മാനസത്തിങ്കലുറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാനഗ്രജൻ തൻപദം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരമാവത്തെനിക്കു വരുത്തുന്നതും ഭവൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ഒരാമയമിങ്ങതിനില്ലെന്നു നിർണയം. പോകായിലോ മമ ചന്ദ്രഹാസത്തിന് ഏകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ. എന്നുടെ താതനു തുല്യനല്ലോ ഭവൻ. താവകമായ നിയോഗമനുഷ്ഠിപ്പനാവതെല്ലാം അതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി. ജാതനായാൻ ജനകാലയെ കാലിയം സീതാഭിധാനേന ജാതയായിടിനൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടെങ്ങു വന്നാലിരുവരും. പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികളങ്ങു ഭവാനുള്ളിലേക്കുന്നിതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം. വന്നു വ്യവന്നിതു രാമനായി നിർണയം. പിന്നെ നന്യഥാത്തം ഭവിക്കുമോ. ആചരവംശവിനാശം വരും മുമ്പേ ദാശാരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.